നമസ്കാരം. ചെണ്ടുമല്ലി കൃഷി 44-ാം ദിവസം. മുട്ടുകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മുട്ടുകളുമല്ല, ചില മുട്ടുകളൊക്കെ വിരിഞ്ഞ് നമ്മളുടെ മൊത്തത്തിൽ ബന്ദി തോട്ടത്തിൽ നോക്കിയാലറിയാം ഒരു 50-60 പൂവോളം വിരിഞ്ഞു നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം മുട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഓണസമയത്തേക്ക് തന്നെ അതൊക്കെ ഓണത്തിന് മുമ്പ് തന്നെ വിരിയുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഇനിയിപ്പോൾ ഓണത്തിന് 10-30 ദിവസം ഇനിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനിയും വരാനുള്ള എത്തുകളിലൊക്കെ ശിഖരങ്ങളിലൊക്കെ പൊട്ടി വരുന്ന ഈ ശിഖരങ്ങളൊക്കെ ശരിക്കും ആ ഒരു മാസത്തേക്കൊക്കെ മുട്ടായി വിരിഞ്ഞ് വരികയുള്ളൂ എന്നാണ് തോന്നുന്നത്. കുറച്ച് മഞ്ഞ ചെണ്ടുമല്ലി നേരത്തെ പൂത്തിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവറാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മഞ്ഞ കളറാണ്. നോക്കൂ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആദ്യം വന്ന മുട്ടുകളൊക്കെ വിരിഞ്ഞ് വലസി നിൽപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയാണ് ആ പൂ. 45 ദിവസത്തിൽ തന്നെ നമുക്ക് ഈ ഹൈബ്രിഡ് വെറൈറ്റികളിൽ പൂവായി തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഓറഞ്ച് ചെണ്ടുമല്ലിയാണ്. അതിൽ മൊട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, മൊട്ട് വന്ന് വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സാധാരണ മഞ്ഞ ബന്ദിയേക്കാൾ 10-12 ദിവസമൊക്കെ താമസിച്ച് അതിൽ മൊട്ട് വരികയുള്ളൂ. ആദ്യം എപ്പോഴും പൂക്കുന്നത് മഞ്ഞ തന്നെയാണ്. ഇത് ഓറഞ്ച് ചെണ്ടുമല്ലിയാണ്. അത് കുറ്റിച്ച് നിൽക്കുന്ന ഒരു തരം വെറൈറ്റിയാണ്. വലുതായിട്ട് പോകാതെ, കൊലിച്ചു പോകാതെ കുറ്റിച്ച് നിന്ന് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. അത് മുട്ടുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെണ്ടുമല്ലി തോട്ടത്തിൻ്റെ സ്ഥിതി. അപ്പോൾ നിറയെ പൂവായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.